ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ ഞാൻ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് മ്യൂസിക് ഇട്ട് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം സെയിം ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്ന ഓർത്തിട്ടാണ് ഞാൻ പിന്നെ പറയാൻ പോയത്. അപ്പം ആ രീതിയിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വീഡിയോയും തന്നെ പറഞ്ഞ് തന്നെ പോകണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള വരയ്ക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ട് പറയാൻ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പം പറഞ്ഞുതരാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഡ്രോയിങ് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒരുപാട് ഡ്രോയിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ട്യൂട്ടോറിയലായിട്ട്. അപ്പോൾ എല്ലാം ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും ഒരു ഡ്രോയിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് ഡ്രോയിങ്ങാണ് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മളൊരു ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരയ്ക്കുന്നതൊക്കെ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. വരച്ച് പഠിക്കുന്നവർക്കൊക്കെ അതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, എനിക്ക് ഒന്നിച്ചൊരു പാർട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ നമുക്കിത് വരച്ചാൽ മാത്രം പോരാ, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ വേണം. അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പം അതാകുമ്പോൾ നമുക്ക് വിഷയമില്ല. ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓരോ പാർട്ട് കണ്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നോട് മെസ്സേജായിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മെസ്സേജായിട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, ഞാൻ ഡ്രോയിങ് പഠിച്ച ആളൊന്നുമല്ല. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എപ്പോൾ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഫേസിൻ്റെ ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് വരച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ കണ്ണിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. നമ്മൾ ആദ്യം വരച്ച കണ്ണിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ട്. ആ ഒരു ഫോട്ടോയ്ക്കകത്ത് അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാനുണ്ട്. അപ്പം ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് വേണം ഡാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എത്ര ഡാർക്ക്നെസ് ഉള്ളൊരു ഫോട്ടോ ആണെങ്കിൽ, എത്ര ഡാർക്ക്നെസ് ഉള്ളൊരു ഫേസ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യില്ല. കാരണം ആ ഡാർക്ക്നെസ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കുറച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നമുക്ക് അതുപോലെ ആ ഡ്രോയിങ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡ്രോയിങ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് ഡാർക്ക്നെസ്, അതായത് ഒരുപാട് ഷെയ്ഡിങ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഫോട്ടോ എന്താ പറയുക, വരച്ച ആ ഒരു ഡ്രോയിങ് ഒരുപാട് കറുത്ത ഒരു ഇതുപോലെ ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം കുറച്ച് ഷെയ്ഡിങ് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഷെയ്ഡിങ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചില ഡ്രോയിങ്ങൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. കാരണം എനിക്ക് തന്നെ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും പുതിയതായിട്ട് വരുമ്പോൾ ചാനൽ പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്തെടുക്കാനൊക്കെ പറ്റും. എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് നല്ല രീതിയിൽ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്ന് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം സ്കിൻ കളറും എടുക്കുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും. അത് ഈ പറഞ്ഞ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിന് തന്നെയാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ വീഡിയോയിലും താഴെ കമൻറ്റായിട്ട് ചോദിച്ചിട്ട് പോവുക, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ആ ഒരു ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സും ആ ഒരു കൈയുടെ കുറച്ച് ഭാഗം ഒന്ന് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പം ഈ മുടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഭാഗം ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ കൈയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ ഒരുപാട് പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങളത് ചെയ്താൽ മതി.